ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടറിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഗ്രി എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു ജിമെയിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. കയറുമ്പോൾ തന്നെ 180 കോയിൻസ് കിട്ടേണ്ടതാണ്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്കും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയാലും ഓഫേഴ്സ് കംപ്ലീറ്റ് ആക്കിയാലും കോയിൻസ് തരണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ പ്ലേ ടൈം എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കാണാൻ പറ്റും. ഇവിടെ പ്ലേ ടൈം എന്ന് തന്നെ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അക്സെപ്റ്റ് എന്ന് കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്ടിവേറ്റ് നൗ എന്ന് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സെറ്റിംഗ്സിൽ പോകും. അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു പെർമിറ്റ് യൂസേജ് ആക്സസ് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് അത് അലോ ചെയ്ത് കൊടുക്കുക, അവർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് അവർക്ക് ക്യാഷ് തരാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ ഗെയിമോ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്ലേ നൗ എന്ന് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും ഡയറക്റ്റ് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നിങ്ങൾ മിനിമം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ലോഗിൻ ചെയ്യേണ്ട, വെരിഫൈ ചെയ്യേണ്ട, അങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കേണ്ട. ഓക്കെ, ജസ്റ്റ് മൊബൈൽ ഓപ്പൺ ചെയ്ത് വെക്കുക, എവിടെയെങ്കിലും പോയിക്കോളൂ. 2 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ ഗെയിംസ് അല്ലാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗെയിം കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരാം. നിങ്ങൾക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇപ്പോൾ എനിക്ക് 4 കോയിൻസ് ആഡ് ആയിട്ടുണ്ടെന്ന് കാണാൻ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കാവുന്നതാണ്, എനിക്ക് 4 കോയിൻസ് അല്ല ആഡ് ആയിട്ടുള്ളത്, 184 കോയിൻസ് ആണ്. എന്തായാലും ഒന്നുകൂടി പ്ലേ ടൈമിനകത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ ഓപ്ഷൻ പോലെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ഗെയിംസും ആപ്ലിക്കേഷൻസും ഒക്കെ വന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഒരെണ്ണേ ഉള്ളായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് മൈ ഗെയിംസ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സംഭവം കാണാൻ പറ്റും. ഇവിടെ മോറിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് ഇനി 1 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 കോയിൻസ്, 2 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ 4 കോയിൻസ്, ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. കോയിൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് പരിപാടി. നിങ്ങൾക്ക് മനസ്സിലായതിനെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചാലോ ഗെയിം എടുത്ത് വെച്ച് കളിച്ചാലോ നിങ്ങൾക്ക് വെറുതെ കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കോയിൻസ് ആണ് നമുക്ക് റെഡീം കോഡായിട്ടും ക്യാഷ് ആയിട്ടും എടുക്കാൻ വരുന്നത്. അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് കാണാം. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതാണ്. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് പബ് സ്കെയിൽ എന്ന് കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഇൻ്റർഫേസിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് അക്സെപ്റ്റ് എന്ന് കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ടാസ്ക് ആണ്, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതേപോലെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്താൽ മതി, നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു എക്സാമ്പിളിന് യോമ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാം. ഞാൻ ഇതിനകത്ത് വ്യൂവിനകത്ത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള ആ ഒരു ഗെറ്റിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ചെയ്യരുത്. അപ്പോൾ ഇതിനകത്തൊന്നും കയറി രജിസ്റ്റർ ചെയ്യാൻ നിൽക്കരുത്. അവർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും 234 കോയിൻസ് തരുന്നതാണ്. ചില ആപ്ലിക്കേഷൻസിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളതിനകത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് കാണാം. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ താഴോട്ട് പോവുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട്, ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ബാക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ് ലാബ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യണേ വേറെ ഒന്നുമില്ല, സർവീസ് ആണ് വരുന്നത്. അപ്പം ഇതേപോലെ തന്നെ സർവീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് വരുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. അതിനുശേഷം നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കണ്ടുകൊണ്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ എന്തായാലും അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ടാസ്ക് പാർട്ട്നേഴ്സ് എന്ന് കാണാം. അവിടെ വ്യൂ ഓളിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ടാസ്ക് പാർട്ട്നേഴ്സിനെ കാണാം. വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ട പബ് സ്കെയിലൊക്കെ ഇതിനകത്തുണ്ട്. ഇതേപോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്തൊക്കെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, കുറേ ടാസ്കുകളുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലപോലെ ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് സർവേ പാർട്ട്നേഴ്സ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വ്യൂ ഓളിനകത്ത് ക്ലിക്ക് ചെയ്താൽ നേരത്തെ കണ്ട ബിറ്റ് ലാബ്സ് ഒക്കെ ഇവിടെയും കാണാൻ പറ്റും. ഇവിടെയും കുറേ ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്തെല്ലാം കയറുകയാണെങ്കിൽ കുറേ സർവീസ് കാണാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോയിൻസ് കിട്ടും. ഇത്രയും മാത്രമേ ഉള്ളൂ. എന്തായാലും താഴോട്ട് പോകുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റിൻ്റെ ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെഫറൻഡിലോട്ടാണ് പോകുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളുടെ ലിങ്ക് വഴി ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% അവർ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അത്രയും കോയിൻസിൻ്റെ കമ്മീഷൻ കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേറെ വലിയ ഓഫേഴ്സ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇവിടെ റിവാർഡ്സ് എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് കുറേ
കുറേ റെഫേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു വാലറ്റിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് വിഡ്രോ സെക്ഷനിലോട്ട് പോകാം. ഏറ്റവും മുകളിൽ വിഡ്രോയിൽ നിന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാൻ പറയും, കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആണ് നോക്കുന്നതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാൻ പറയും. ആ ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കാണാൻ പറ്റും. 10 രൂപയുടെ മുതൽ 250 രൂപയുടെ വരെ റെഡീം കോഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇനി ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് UPI നോക്കാവുന്നതാണ്. UPI നമുക്ക് 3 രൂപ മുതൽ 250 രൂപ വരെ എടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഈസി ആയിട്ട് തന്നെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ തന്നെയാണിത്.